അറബിക്കടലിൽ കേരള തീരത്തിന് സമീപം കപ്പൽ അപകടം. 15 ജീവനക്കാരെ രക്ഷിക്കാനുള്ള ശ്രമം തുടരുകയാണ്. വിഴിഞ്ഞത്ത് നിന്ന് കൊച്ചിക്ക് പോയ കപ്പലാണ് അപകടത്തിൽപ്പെട്ടത്. അപകടകരമായ വസ്തുക്കൾ അടങ്ങിയ കാർഗോ കടലിൽ വീണതിനെ തുടർന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നിർദ്ദേശം നൽകി. കാർഗോ തീരത്തടിഞ്ഞാൽ തൊടാൻ പാടില്ലെന്നും കണ്ടെയ്നർ തീരത്ത് കണ്ടാൽ പോലീസിൽ അറിയിക്കാനുമാണ് നിർദ്ദേശം. അൻഫിലിഡ് ഡിസൂസയുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. അൻഫിലിഡ്, കടലിൽ കാർഗോ കണ്ടാൽ അത് തീരത്തടിയാനുള്ള സാധ്യത കണക്കിലെടുത്തൊരു മുന്നറിയിപ്പ് ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. തീർച്ചയായും അത് ജനങ്ങളിലേക്ക് ഏറ്റവും വേഗം എത്തേണ്ട വാർത്തയാണ്. ഒപ്പം കപ്പലാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. ജീവനക്കാരെ രക്ഷിക്കാനുള്ള ശ്രമം തുടരുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. വിശദാംശങ്ങൾ. ഇതിന്റെ വിവരം അഖില പുറത്തു വരുന്നത് അല്പം മുമ്പാണ്. ഏകദേശം ഒരു അരമണിക്കൂർ മുമ്പാണ് കോസ്റ്റ് ഗാർഡിൽ നിന്നുള്ള ഈ രീതിയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജാഗ്രതാ നിർദ്ദേശം അല്ലെങ്കിൽ അതിതീവ്രമായ ഒരു മുന്നറിയിപ്പ് എന്ന രീതിയിലാണ്, ഏറ്റവും പ്രധാനപ്പെട്ട മുന്നറിയിപ്പ് എന്ന നിലയിലാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയെ കോസ്റ്റ് ഗാർഡ് വിവരം അറിയിക്കുകയായിരുന്നു. അതായത് ആദ്യം അറിയിക്കുമ്പോൾ ചരക്ക് കപ്പൽ എന്ന ഇൻഫർമേഷൻ കിട്ടിയില്ല. അത് പിന്നീടാണ്, ഏറ്റവും ഒടുവിലാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ഒരു ചരക്ക് കപ്പലാണ് വിഴിഞ്ഞത്ത് നിന്ന് കൊച്ചിയിലേക്ക് പോകുന്ന, വിഴിഞ്ഞത്ത് നിന്ന് പുറപ്പെട്ട ഒരു ചരക്ക് കപ്പൽ കൊച്ചി എത്തിയപ്പോൾ, അതായത് കൃത്യമായി പറയുകയാണെങ്കിൽ കൊച്ചി തീരത്തുനിന്ന് 38 നോട്ടിക്കൽ മൈൽ അകലെയാണ് ഇത് അപകടത്തിൽപ്പെടുകയും കൊച്ചി ചരക്ക് കപ്പൽ അപകടത്തിൽപ്പെടുന്ന 15 ജീവനക്കാരെ രക്ഷിക്കാനുള്ള ഒരു ശ്രമമൊക്കെ തുടരുന്നു. അങ്ങനെ ആ ചരക്ക് കപ്പൽ അപകടത്തിൽപ്പെട്ടപ്പോൾ അവിടെ നിന്നാണ് ഒരു കാർഗോ കടലിലേക്ക് പോയത്, അതായത് ഒരു കണ്ടെയ്നർ കടലിലേക്ക് മറിഞ്ഞു. ആ കണ്ടെയ്നറിൽ നിന്നാണ് അതിപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം സൾഫർ കണ്ടെയ്നർ, അതിൻ്റെ സൾഫറിൻ്റെ അംശം അടങ്ങിയിട്ടുള്ള ഒരു ഓയിൽ ഗ്യാസ് ആണ്, ഈ മറൈൻ ഓയിൽ ഗ്യാസ് ആണ് ഈ കണ്ടെയ്നർ ഉള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ അതൊരു അപകടകരമായൊരു കണ്ടെയ്നർ ആണ് എന്ന രീതിയിലുള്ള മുന്നറിയിപ്പും ഇപ്പോൾ ഈ കോസ്റ്റ് ഗാർഡ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്ക് നൽകുന്നുണ്ട്. ഇത് അനുസരിച്ചാണ് സംസ്ഥാന ദുരന്ത നിവാരണ അറിയിപ്പ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജാഗ്രതാ നിർദ്ദേശം അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പ് എന്ന രീതിയിൽ, ഒരു അപകടകരമായ മുന്നറിയിപ്പ് എന്ന നിലയിലാണ് കേരള തീരപ്രദേശങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിൽ അത് മാധ്യമങ്ങളുടെ ആ മുന്നറിയിപ്പ് നൽകുകയാണ് ചെയ്യുന്നത്. അതായത് ഏതെങ്കിലും രീതിയിൽ സംശയാസ്പദമായ രീതിയിൽ ഏത് രീതിയിലായാൽ പോലും ഏതെങ്കിലും രീതിയിൽ കണ്ടെയ്നറുകൾ തീരത്ത് എവിടെ കണ്ടാലും അതിൽ തൊടാൻ പാടില്ല. മാത്രവുമല്ല, ഇതിപ്പോൾ ഈ ഓയിൽ ഗ്യാസ് ആയതുകൊണ്ട് തന്നെ അത് എണ്ണ ഉണ്ടാകാനുള്ള സാധ്യത, വലിയ രീതിയിൽ ഒരു എണ്ണപ്പാട തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒരു എണ്ണപ്പാട കാണുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ കണ്ടെയ്നറുകൾ കാണുകയോ അതിൽ തൊടാൻ പാടില്ല എന്നൊരു കർശനമായൊരു അപകടകരമായൊരു മുന്നറിയിപ്പ് തന്നെയാണ് ഇപ്പോൾ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി എല്ലാ കേന്ദ്രങ്ങളും മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായാണ്. മാത്രമല്ല, ഈ രീതിയിൽ ഏതെങ്കിലും കണ്ടെയ്നറുകളോ അങ്ങനെ കാണുകയാണെങ്കിൽ അപ്പോൾ തന്നെ പോലീസിൽ വിവരം അറിയിക്കണമെന്നുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഇതിപ്പോൾ കൊച്ചിയിലാണ്. കൊച്ചിയിൽ ഇപ്പോൾ ജീവനക്കാരെ രക്ഷിക്കാനുള്ള ശ്രമമൊക്കെ കോസ്റ്റ് ഗാർഡിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഈ ഹെലികോപ്റ്റർ മാർഗമൊക്കെ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ പോയ കണ്ടെയ്നർ ഏത് തീരത്താണ് അടിയുക എന്നത് യാതൊരു നിശ്ചയമില്ലാത്തൊരു കാര്യമാണ്. അതുകൊണ്ടാണ് കൃത്യമായ നിർദ്ദേശം കേരളത്തിലെ എല്ലാ തീരങ്ങളിലും കോസ്റ്റ് ഗാർഡ് നൽകുന്നത്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അതനുസരിച്ച് പ്രത്യേക നിർദ്ദേശം തന്നെ നൽകുകയാണ്. കുറച്ച് കഴിയുമ്പോൾ ഒരുപക്ഷെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളെ കാണുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. കാരണം കൂടുതൽ വിവരങ്ങൾ അവർക്ക് കോസ്റ്റ് ഗാർഡിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അവർ അപ്പോൾ തന്നെ മാധ്യമങ്ങളിലൂടെ പൊതുജനങ്ങളെ അറിയിക്കേണ്ടതുണ്ട്. എന്തായാലും ഇപ്പോൾ നൽകിയിരിക്കുന്ന നിർദ്ദേശം എന്ന് പറയുന്നത് ഇപ്പോൾ ചരക്ക് കപ്പലിൽ നിന്നാണ് ഈ കണ്ടെയ്നർ വീണത് എന്നത് ഉറപ്പായി എന്നൊരു സ്ഥിരീകരണം വന്നിരിക്കുന്നു. കാരണം ഇത് ആദ്യം വരുമ്പോൾ എവിടെ നിന്നാണ് ഈ കണ്ടെയ്നർ, എങ്ങനെയാണ് എന്നൊരു ധാരണ ഉണ്ടായിരുന്നില്ല. ഈ കണ്ടെയ്നറിനുള്ളിൽ ഉണ്ടായിരിക്കുന്ന ഈ വസ്തുക്കൾ എവിടെയാണ് വന്ന് അടിയുക എന്ന കാര്യത്തിലും ഉറപ്പില്ല. അപ്പോൾ പിന്നീടാണത് ഈ ചരക്ക് കപ്പൽ മറിഞ്ഞുണ്ടായ അവിടെ നിന്നാണ് ഈ കാർഗോ പുറത്തായത് എന്ന രീതിയിലുള്ള ഒരു സ്ഥിരീകരണം വന്നിരിക്കുകയാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇത് സൾഫറിൻ്റെ കണ്ടെയ്നർ അടങ്ങിയ സൾഫറിൻ്റെ കണ്ടന്റുകൾ അടങ്ങിയിട്ടുള്ള ഓയിൽ ഗ്യാസ് ആണ് ഈ കാർഗോയിൽ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അപകട സാധ്യതയുണ്ട്. ഏതെങ്കിലും രീതിയിൽ ഇത്തരത്തിൽ വസ്തുക്കൾ തീരത്തെ അടിയുന്നത് കണ്ടെയ്നർ ഏതെങ്കിലും രീതിയിൽ കാണുകയാണെങ്കിൽ അത് തൊടാൻ പാടില്ല എന്ന രീതിയിൽ കർശന നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. പോലീസിൽ തന്നെ നേരിട്ട് അറിയിക്കണം നിർദ്ദേശിക്കുകയാണ്. എന്തായാലും വലിയ അപകടകരമായൊരു രീതിയിൽ തന്നെയാണ് ഇപ്പോൾ തീരത്ത് ഈ രീതിയിൽ കണ്ടെയ്നറുകൾ കാണുകയാണെങ്കിൽ അത് ഇനി അങ്ങോട്ട് പോകുന്നത് വലിയൊരു അപകടത്തിലായിരിക്കാകുമെന്നൊരു നിർദ്ദേശം, ഒരു മുന്നറിയിപ്പ് കൃത്യമായി നൽകുന്നുണ്ട്. എന്നാലും ജീവനക്കാരെ രക്ഷിക്കാനുള്ള ശ്രമം നടക്കുകയാണ്. 15 ജീവനക്കാരാണ് ഇപ്പോൾ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. ഈ ചരക്ക് കപ്പൽ മറിഞ്ഞ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. അവരെ രക്ഷിക്കാനുള്ള ശ്രമം ഒരു ഭാഗത്ത് നടക്കുന്നു. അതോടൊപ്പം തന്നെ ഈ കാർഗോ, ഈ കണ്ടെയ്നറുകൾ ഒഴുകി ഏത് തീരത്താണ് അടിയുക എന്നൊരു ആശങ്കയുണ്ട്. അങ്ങനെ ഏതെങ്കിലും തീരത്ത് അടിയുക ഏതെങ്കിലും വരുമ്പോൾ ഉറപ്പായും ഒരു തീരത്ത് അടിയുമെന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ വരുമ്പോൾ അപകടകരമായ രീതിയിൽ എന്ത് കണ്ടാലും അതിൽ തീര നിവാസികളോ അല്ലെങ്കിൽ ഈ സഞ്ചാരികളോ ഒക്കെ കാണുമ്പോൾ അത് തൊടാൻ പാടില്ല എന്ന കൃത്യമായ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. മുന്നറിയിപ്പ് ഇങ്ങനെ ഇടയ്ക്കിടെ നമ്മുടെ മാധ്യമങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളും മറ്റ് നിർദ്ദേശങ്ങളൊക്കെ കൃത്യമായി ദുരന്ത നിവാരണ അതോറിറ്റി തന്നുകൊണ്ടേ ഇരിക്കുകയാണ്. കാരണം കൃത്യമായി മാധ്യമങ്ങളിലൂടെ ഈ വിവരം പൊതുജനങ്ങളെ അറിയിക്കണമെന്ന് തന്നെയാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. എന്തായാലും ഒരു ഭാഗത്ത് ഈ ജീവനക്കാരെ രക്ഷിക്കാനുള്ള ശ്രമം നടക്കുന്നു. അതോടൊപ്പം തന്നെ ഈ കണ്ടെയ്നറുകളെ കുറിച്ചുള്ള ജാഗ്രതാ മുന്നറിയിപ്പും ഇപ്പോൾ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നൽകിക്കൊണ്ടിരിക്കുകയാണ്.